ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗെറ്റ് സെറ്റ് ബേബി, ഉണ്ണിമൂന്നിൻ്റെ സിനിമ. മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമൂന്നിൻ്റെ സിനിമ ഭയങ്കര പ്രതീക്ഷയോടെ പോയി കണ്ട സിനിമയാണ്. പക്ഷേ ആളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതായത് മാർക്കോ എന്നുള്ള സിനിമ ആൾ തീരുമാനിക്കും മുമ്പ്, അതിന് മുമ്പ് ഷൂട്ടിങ് കഴിഞ്ഞൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. അപ്പം നിങ്ങൾ അത് വെച്ചിട്ട് ഒരിക്കലും വിലയിരുത്തരുത്. ആളുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്തേക്കുന്നത് മാർക്കോ മുതലാണ്. അപ്പം ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് അടുത്ത സിനിമകളാണ് കാണേണ്ടത്. അടുത്തൊരു 2 വർഷം കഴിയുമ്പോഴാണ് പുള്ളിയുടെ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്നൊക്കെയാണ് പുള്ളി ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഓക്കെ, അതെല്ലാം മാറ്റി വെച്ചിട്ട് ഗെറ്റ് സെറ്റ് ബേബി എന്നുള്ള സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു നീറ്റ്ലി ഓർഗനൈസ് ചെയ്ത ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി. പക്ഷെ അതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ചില സ്ഥലത്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചില സീനുകൾ അല്ലെങ്കിൽ ചില ഫ്രെയിമുകൾ അല്ലെങ്കിൽ ചില പോർഷൻസ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കാര്യങ്ങൾ അങ്ങനെ വരുന്ന സ്ഥലത്തെല്ലാം ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു 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 പഞ്ച് കുറവുണ്ട്. അത് ആ സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള സ്ലോട്ടിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള പീരീഡിൽ പടം നല്ല നീറ്റായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഓവറോൾ പാക്കേജ് നമുക്ക് പറയാൻ പറ്റില്ല. ആ പാക്കേജായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ക ഫാമിലി മൂവി ആയിട്ട് വന്നു തന്നെ. ഒരു പാക്കേജ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ കുറവുകൾ ആ സിനിമയ്ക്ക് ഉണ്ട്. ആ കുറവുകളുണ്ട് ആ സിനിമയെ പുഷ് ചെയ്യാൻ പറ്റാണ്ടായി പോയത്. എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. BGMs ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പാട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സിനിമാറ്റോഗ്രഫി ഇഷ്ടപ്പെട്ടായിരുന്നു. ഫ്രെയിംസ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓവറോൾ ഉണ്ണിമൂന്നിൻ്റെ അറ്റയർ കൊള്ളായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. അതിനകത്ത് ആകെ വന്ന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ഈ പറഞ്ഞ ചില എലമെന്റ്സ്, ചില സമയം, ചില മൊമെന്റ്സ് അത് വേണ്ട രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റിയുള്ള, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനൊരു പുഷ് കിട്ടിയുള്ള, അല്ലെങ്കിൽ വേണ്ട രീതിയിലൊരു ഒരു എലിവേഷൻ കിട്ടിയില്ല. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പടം ഒരു ഓവറോൾ ഒരു 1 ടൈം വാച്ചബിൾ ആണ് പടം. സിനിമ നല്ല സിനിമയാണ്, പക്ഷെ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു.